ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇത് വളരെ ടേസ്റ്റിയാണ്. അതിലേറെ 20 മിനിറ്റിന് താഴെ മാത്രം മതി ഇത് കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ കുറേ ഇൻഗ്രീഡിയൻസും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ വളരെ ചെറിയ ചിലവിൽ തന്നെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ തരം ബിരിയാണി റൈസാണ്. അപ്പോൾ ബസുമതി റൈസ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ അളവിന് എത്ര ഗ്ലാസ്സാണോ നമുക്ക് വേണ്ടത് അത് അളവനുസരിച്ചിട്ട് നമ്മൾ അരി എടുക്കുക. അത് നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്താനായിട്ട് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക, സോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് ഞാനെടുത്ത് നല്ലപോലെ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മസാലക്കൂട്ടുകളായിട്ടുള്ള കറുവപ്പട്ട, ഗ്രാമ്പു, സിസമി സീഡ്സ്, പെരിഞ്ജീരകം, ഏലക്കായ, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കുരുമുളക് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ 2 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഭയങ്കരമായിട്ടൊന്നും പൊടിഞ്ഞു പോകേണ്ട. ഈ ഒരു രീതിയിൽ തരിതരിപ്പോട് കൂടി തന്നെ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഡാൽഡ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പച്ചക്കറി വഴറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കുക്കറിലോട്ട് ഡാൽഡ ഒഴിച്ചിട്ട് പച്ചക്കറിയൊക്കെ വഴറ്റി അതിലേക്ക് റൈസ് ഇടാവുന്നേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി അതിലേക്ക് ഇടുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന പച്ചക്കറി ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എന്നിവയാണ്. ഇനി അത് നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ട്, മിക്സിയിൽ പൊടിച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറി നല്ല സ്മെല്ല് വരുന്ന നല്ല വെയിറ്റ് ചെയ്യുക. ഇനി ബാക്കിയുള്ള മസാലക്കൂട്ടിലുണ്ടായിരുന്നതാണത്. പിന്നെ ഈ കറുവപ്പട്ടയൊക്കെ അതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ അത്രയൊന്നും എടുത്തിട്ടില്ല. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 സ്പൂണ് ബിരിയാണി മസാലയാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കഷ്ണങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. ലാസ്റ്റായിട്ട് ഇടാൻ പോകുന്നത് ഒരു പഴുത്ത തക്കാളിയാണ്. അത് നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ഗ്രീൻ പീസൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പകുതി വേവിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പച്ചക്കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേവില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ സോയാബീനൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാം. സോയാബീൻ ഒന്ന് കഴുകിയിട്ട് ഇട്ടാൽ മതിയാകും, അത് വേവിക്കൊന്നും വേണ്ട. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ബിരിയാണി റൈസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അളവിനനുസരിച്ചിട്ട് വേണം എപ്പോഴും എടുക്കാനായിട്ട്. ഒരു ഉദ്ദേശം വെച്ചിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. എന്നാലാണ് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഈ ചെറിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ 3 ഗ്ലാസ് അരി എന്ന് പറയുന്നത് ഒരു 4 പേർക്കൊക്കെ നല്ലപോലെ ഭക്ഷണം കഴിക്കാനുണ്ടാവും. അതായത് 4 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. ഈ 6 ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് കൂടി എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബിരിയാണി അധികം വെന്ത് പോയില്ല, അല്ലെങ്കിൽ അടുക്കി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇനി ഇളക്കി കൂട്ടിയിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കുക. ഈ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വിസിൽ വന്ന് ഒരു 15-20 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അപ്പോൾ കുക്കർ തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല. അത് മാത്രമല്ല റൈസ് പൊട്ടിപ്പോയിട്ടുമില്ല, നല്ല സോഫ്റ്റായിട്ടും ഉണ്ട് റൈസ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നില്ലേ, ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൽ വറുത്തിട്ടുള്ള സവാളയാണ്. അപ്പോൾ സവാള വറുക്കുമ്പോൾ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് കളർ വ്യത്യാസമായിട്ട് ഇതുപോലെ കിട്ടും. എന്നിട്ടൊന്ന് നമുക്ക് റൈസിലോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസ് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, ചൂടാറിയിട്ടുമില്ല, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നെയ്യിൽ വറുത്തിട്ടുള്ള കശുവണ്ടി കിസ്മിസാണ്. അപ്പോൾ ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. അതാവുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും, നല്ല സോഫ്റ്റായിട്ട് കാണുകയും ചെയ്യും. റൈസ് ഡ്രൈ ആയിട്ട് കാണില്ല.
ഇനി ചേർക്കുന്നത് ബിരിയാണിയുടെ എസൻസ് ആണ്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണിയുടെ എസൻസ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും അതുപോലെ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ബിരിയാണിക്ക് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞേക്കാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അധികം സമയമൊന്നും വേണ്ട ഉണ്ടാക്കാനായിട്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. എന്തായാലും ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അളവും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.